നമസ്കാരം. മോദിയെ സംബന്ധിച്ച് വ്യക്തമായ കാരണമൊന്നുമില്ലാതെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യത്തിനെയും ഉപേക്ഷിക്കാനും തള്ളിപ്പറയാനും ഒറ്റുകൊടുക്കാനും താല്പര്യമില്ല. എല്ലാ രാജ്യങ്ങളോടും തുല്യ ബഹുമാനത്തോടെയും ബന്ധത്തോടെയും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സംസ്കാരം. അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് മോദി പ്രഥമ പരിഗണന കൊടുക്കുന്നത്. എന്നാൽ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ വരുന്നവരെ കയ്യും നീട്ടി സ്വീകരിക്കാനും ഇന്ത്യ ഒരുക്കമല്ല എന്ന് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറിൽ കൊടുത്ത മറുപടിയിലൂടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകുമ്പോഴും അന്യായമായി കടുത്ത സാമ്പത്തിക ബാധ്യതയും ശത്രുതയും ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഏത് നിമിഷവും വാക്കുകളിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ പിന്മാറിയേക്കാവുന്ന അമേരിക്കയെ മാത്രം കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യ തയ്യാറായി. ഇന്ത്യൻ ജനതയെ പ്രത്യക്ഷമായി ബാധിക്കുന്ന ഒരു കാര്യത്തിലും മൗനമായിരിക്കാനും അംഗീകരിക്കാനും ഒരുക്കമല്ല എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിൽ ഇന്ത്യയോടുള്ള അടുപ്പവും താല്പര്യവും വ്യക്തമാക്കിക്കൊണ്ട് റഷ്യയും രംഗത്ത് വന്നിട്ടുണ്ട്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനുള്ള ഒരു ശ്രമവും നടപ്പാകില്ല എന്ന് മുന്നറിയിപ്പ് നൽകി റഷ്യ രംഗത്ത് വന്നു. ഇന്ത്യയുമായുള്ള ബന്ധം കാലങ്ങളായി തുടരുന്നതാണെന്നും സുസ്ഥിരമായി മുന്നോട്ട് പോകുന്നതാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് വ്യക്തമാക്കിയത്. സുസ്ഥിരവും ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നതുമാണ് ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധമെന്നും അതിനെ തകർക്കാനുള്ള ഏതൊരു നടപടിയും പരാജയപ്പെടുമെന്നും സർക്കാർ മാധ്യമമായ റഷ്യൻ ടൈംസിലൂടെ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അധിക തീരുവ ചുമത്തിയിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യക്കുമേൽ US തീരുവയ്ക്കു സമാനമായ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ മറ്റു രാജ്യങ്ങളുടെ മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് റഷ്യയുടെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കാൻ US നിന്ന് മറ്റു നാറ്റോ രാജ്യങ്ങളിൽ നിന്നും സമ്മർദ്ദമേറിയിട്ടും അതിനെതിരെ ഉറപ്പോടെ നിലകൊള്ളുന്നതിലും ഭീഷണികൾക്ക് വഴങ്ങാതെ പ്രതിജ്ഞാബദ്ധമായി തുടരുന്നതിലും ഇന്ത്യയെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിക്കുകയും ചെയ്തു. ബാഹ്യ ഭീഷണികളുടെയും വിമർശനങ്ങളുടെയും മുന്നിൽ പോലും റഷ്യയുമായുള്ള പങ്കാളിത്തത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത മന്ത്രാലയം എടുത്തു പറഞ്ഞു. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊന്ന് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ സമീപനം ദീർഘകാലമായുള്ള റഷ്യ ഇന്ത്യ സൗഹൃദത്തിന്റെ ചൈതന്യത്തിലും പാരമ്പര്യത്തിലും അധിഷ്ഠിതമാണെന്നും അന്താരാഷ്ട്ര കാര്യങ്ങളിലെ തന്ത്രപരമായ സ്വയംഭരണാവകാശത്തെ ഇത് പ്രതിനിധീകരിക്കുന്നതായും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും റഷ്യയുമായുള്ള പങ്കാളിത്തം പരമാധികാരത്തിന്റെ പരമമായ മൂല്യത്തിനും ദേശീയ താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്നുവെന്നും റഷ്യ പറഞ്ഞു. ഇന്ത്യയുടെ കാഴ്ചപ്പാട് വിശ്വസനീയവും ദീർഘവീക്ഷണമുള്ളതും നയതന്ത്രപരവുമായ ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നതാണെന്നും റഷ്യ കൂട്ടിച്ചേർത്തു. സൈനികേതര സൈനിക ഉൽപാദനം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ദൗത്യങ്ങൾ, ആണവോർജം, റഷ്യൻ എണ്ണ പരിവേഷത്തിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സംയുക്ത പദ്ധതികളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. നൂതന പണമിടപാട് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ദേശീയ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ബദൽ ഗതാഗത ചരക്കുനീക്ക പാതകൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സംയുക്ത ശ്രമങ്ങൾക്കും ഇരു രാജ്യങ്ങളും പ്രാധാന്യം നൽകുന്നുണ്ട്. റഷ്യയുമായുള്ള ബന്ധം തകർത്തു തരിപ്പണമാക്കാനുള്ള ട്രംപ് എന്ന കുറുക്കന്റെ ബുദ്ധിവൈഭവമാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് വീണ്ടും സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള ഈ വരവിന്റെ പിന്നിലെങ്കിൽ മോദി ട്രംപിനെ ചവിട്ടി പുറത്താക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച